വിവാഹം കഴിഞ്ഞ ഒരു സന്തോഷ നിമിഷത്തില് എന്താ പറയാനുള്ളത്? നല്ല ടയർഡാണ്. അത്രേ പറയാനുള്ളൂ. കണ്ണിൽ എത്രയും നേരം അവിടെ നേരെ വന്നിട്ട് രാവിലെ ഗുരുവായൂർ താലികെട്ടായിരുന്നു 5 മണിക്ക്. ഇന്നലെ രാത്രി ഇവിടുന്ന് ഹൽദി കഴിഞ്ഞ് ഡാൻസ് കളിച്ചിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അതിനുശേഷം 1 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് നേരെ താലികെട്ട് അവിടെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ബാക്കിയുള്ള ഫംഗ്ഷൻ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ അതന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിനെ കുറിച്ചാണ് എപ്പോഴും എക്സൈറ്റഡ് ആവുന്നുണ്ടായിരുന്നത്. സോ അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ല, ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് നമുക്ക് എൻജോയ് എന്താന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഹാപ്പി. നിങ്ങളത് ഒരു ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അറേഞ്ച് ചെയ്ത് അന്നും ചോദിച്ചല്ലോ നിങ്ങൾ എൻഗേജ്മെന്റ് അറേഞ്ച് മാരേജ് അല്ലേ? മാട്രിമോണിയിലൂടെ കണ്ടുമുട്ടി. ഇത് പറയാന എനിക്ക് എന്നെ എപ്പോഴും മറ്റേ വില്ലത്തിയായിട്ടാണല്ലോ എല്ലാവരും കണ്ടിരിക്കണം. ഒരിക്കലും വില്ലത്തിൻ്റെ കൂടെ ഒരു കപ്പിൾ എന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും നിൽക്കാനോ അഭിനയിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. പക്ഷെ ഇതാണ് എൻ്റെ റിയൽ ലൈഫിലെ ഹീറോ. സോ എല്ലാവരും ഒരു 80% ആൾക്കാർ എത്തിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് പേര് അവർക്ക് വേറെ ഷൂട്ട് ഉള്ളതുകൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ പാലക്കാട് ആയതുകൊണ്ട് എറണാകുളത്തുനിന്ന് ട്രിവാൻഡ്രത്തുനിന്നൊക്കെ വരാൻ ബുദ്ധിമുട്ടല്ലേ. അതെ, ട്രിപ്പൊന്നും ഇല്ല, ഓൺ ദ ഗോ നോക്കാം. ഇപ്പൊ കുറെ ഫാമിലീസിന്റെ സ്ഥലത്തൊക്കെ പോവാണ്ടാവല്ലോ. വെഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ അത് ചെയ്യാന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ. എന്തായാലും ഹരിത ചേച്ചിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നത്? പുതിയ സീരിയൽസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്? വർക്കൊക്കെ നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്ത് കല്യാണത്തിനായിട്ട് കുറച്ച് മാറി നിൽക്കുകയാണ്. സുസ്മിത എന്നുള്ളൊരു ക്യാരക്ടർ അവിടെ വെച്ചിട്ട് വന്നിരിക്കുക കുറച്ച് നാളത്തേക്ക്. താങ്ക് യു. ഇപ്പോഴും സിമ്പിൾ അല്ലേ? ഇതിൽ ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ഔട്ട്ഫിറ്റും ഡിഫറെൻ്റ് ആവണം എന്നുണ്ടായിരുന്നു. സംഗീതാണെങ്കിൽ ഹൽദിയാണെല്ലാം. ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു പല്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നല്ല പോണത് അല്ല, സത്യം പറഞ്ഞാൽ എല്ലാം ഓൺ ക്രിയേഷൻ ആണ്. ഒരിക്കലും ഒരു കൺസൾട്ടന്റോ അല്ലെങ്കിൽ ആരും അഡ്വൈസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എനിക്കും ഡ്രസ്സ് എടുക്കാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് അല്ല, എല്ലാം ഇത് മാച്ച് ചെയ്തിട്ടാണ് ഗ്രൂം എടുക്കുക. ഇവിടെ തിരിച്ചാണ്. ഇവിടെ ഗ്രൂം ആദ്യം എടുത്തിട്ട് പിന്നെ അതിനനുസരിച്ചാണ് ബ്രൈഡ് എടുത്തിരിക്കുന്നത്. ചേച്ചിന്റെ മാല ആയാലും ഒരു വെറൈറ്റി ആയാലും ഡിസൈൻ ആണ്. ഇത് നമുക്ക് പറ്റിയ ഒരു ട്രഡീഷണൽ സംഭവം വേണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു എളുക്കത്താലി പാലക്ക അങ്ങനെ. ഓക്കെ, ഭക്ഷണം കഴിച്ചോ? നിങ്ങള് കഴിച്ചോ? കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ.